എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലും കർത്താവിൻ്റെ ദൂതിനുമ്പാകെ നമുക്ക് ഒന്ന് വരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇന്ന് രാത്രിയിലും സംസാരിപ്പാൻ ഞാൻ ഇന്നലെ രാത്രി വായിച്ച ആ വാക്യം തന്നെയാണ്. 2 രാജക്കണ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാമോ? 2 Kings chapter 4:6, 4-ന്റെ 6-ാമത്തെ വാക്യം പ്ലീസ്. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു നിറവ് ദൈവം നമുക്ക് തരുമെന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ വാക്ക്. പ്രതീക്ഷിക്കാത്ത ഒരു നിറവ്, അത് നമ്മുടെ ഒരു പ്രാർത്ഥന വിഷയമാണ്. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. നിറവെന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നിറവ് വരുന്നുണ്ട്. ഒരു നിറവെന്ന വാക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഹൃദയത്തിന് കുളിർമ വരുന്നുണ്ട്. ഒരു നിറവെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം, ഒരു തണുപ്പ് വരുന്നുണ്ട്. കാര്യം എല്ലാം നിറയ്ക്കുന്നത് കർത്താവിൻ്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. ഞാനതിൻ്റെ ഒരു ചെറിയൊരു വചനം കൂടി അതിനെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ ദൂത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചു തരാമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം. സർവ്വവും അവന്റെ കാൽക്കീഴാക്കി വച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായി സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആർക്കാണ് നിറവ് വേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ആൻസറാണ് ആ വാക്യത്തിനെ കുറിച്ച് വാക്ക്. സഭ. ഈ സഭ എന്നത് ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയമായതാണ് കർത്താവിൻ്റെ സഭ. തല ക്രിസ്തുവും ശരീരം അവൻ്റെ അഭയവും അവൻ്റെ സഭയുമാണ്. ഈ സഭ എന്ന ചിന്ത സ്തോത്രം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്കത് അറിയാം. ഈ വിവാഹം കഴിച്ചവർക്ക് അല്ലെങ്കിൽ പുതുമോടി ഉള്ളവർക്ക് അല്ലെങ്കിൽ ആദ്യമേ വിവാഹം കഴിച്ചിട്ട് ഇപ്പോഴും അതേ അന്തരീക്ഷത്തോട് വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന വാക്ക് ചിലപ്പോൾ സന്തോഷമായി അല്ലെങ്കിൽ മനസ്സിലാകുന്ന മേഖലയായിരിക്കാം. ഒരു അമ്മ, ഒരപ്പൻ, പെങ്ങന്മാരെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ഭർത്താവിന് തൻ്റെ പ്രിയ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെയാണ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും പ്രിയമെന്ന് പറയുന്നത് തൻ്റെ ഭർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നെന്ന് പറഞ്ഞാലും, ഏത് കാര്യം വന്നെന്ന് പറഞ്ഞാലും അപ്പനേക്കാളും അമ്മയെക്കാളും തൻ്റെ പ്രിയതമയോട് അല്ലെങ്കിൽ തൻ്റെ പ്രിയനോട് ഭയങ്കര ബന്ധമായിരിക്കും. ഇതേ ബന്ധം തന്നെയാണ് ഈ എഫേസ്യ ലേഖനത്തിനകത്ത് ഞാൻ ഇപ്പോൾ വായിച്ച വാക്യത്തിന് കൊടുത്ത വാക്ക്. അപ്പം മണവാളൻ എന്ന് പറയുന്ന സഭയുടെ നാഥൻ, തല എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഏറ്റവും ടാർഗറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ശരീരമായ സഭയെ നിറയ്ക്കുക എന്നാണ്. പ്രൈസ് ഗാഡ്. നമുക്കറിയാം, വീട്ടിലോട്ട് വന്ന് കയറുന്ന ഒരു ഭർത്താവ് ജോലി ചെയ്ത് വളരെയധികം യാത്ര ചെയ്ത് കഠിനമായിട്ട് അധ്വാനിച്ചോ, മെൻ്റൽ ആയിട്ട് അധ്വാനിച്ചോ, ഫിസിക്കലോ മെൻ്റലിയോ ഒക്കെ അധ്വാനിച്ചിട്ട് വളരെയധികം അസ്വസ്ഥനായിട്ട് വീട്ടിൽ വന്ന് കയറി ഹോണിൻ ബെല്ലടിച്ച് ഡോർ തുറന്ന് വീട്ടിൽ കയറി പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യ അല്ലെങ്കിൽ അമ്മാമേ അല്ലെ സ്വത്രം എങ്ങനെയുണ്ട് അല്ലെ നമ്മുടെ ഓരോ സംഭവം അറിയാമല്ലോ. ചിലർ പേരെടുത്ത് വിളിക്കുന്നവരുണ്ട്, ചിലർ അച്ഛാന്ന് വിളിക്കുന്നവരുണ്ട്, ചില തമിഴിൽ കണവ എന്ന് വിളിക്കുന്നവരുണ്ട്, സ്തോത്രം ചില ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, ചില അണ്ണാന്ന് വിളിക്കുന്നുണ്ട്. പല ദേശത്തിൽ പല സ്റ്റൈലിലാണ് ഓരോരുത്തരുടെയും സംബോധനകൾ. അത് അവരും സ്നേഹബന്ധത്തിൻ്റെ പ്രകടനമാണ്. ചില ചക്കരയെന്ന് വിളിക്കുന്നുണ്ട്, ചില സമയത്ത് മോനെ എന്ന് വിളിക്കുന്ന ഭാര്യമാരെ ഞാൻ കേട്ടോണ്ട് സ്വത്ത്. ഭർത്താവിന് സ്നേഹം കൂടുമ്പോൾ മോനെ എന്ന് വിളിക്കുന്ന കേട്ടോണ്ട് സ്വത്ത്. അങ്ങനെ പല അത് അവർ സ്നേഹമായിട്ട് ബന്ധ പേഴ്സണൽ കാര്യമാണ്. എന്നാൽ മിക്കവരും സുഖമാണോ, യാത്രകളുണ്ടായിരുന്നു, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉല്ലാസ വെള്ളം അല്ലെങ്കിൽ ആ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഭാര്യ വീട്ടിനകത്തുണ്ടാകുന്നുവെങ്കിൽ ആ കുടുംബത്തിനകത്തുള്ള നിറവ് അല്ലെങ്കിൽ ആ സന്തോഷം നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമായ കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒറ്റ ടാർഗറ്റ് എന്ന് പറയുന്നത് സഭയെ നിറയ്ക്കുക, നിറവിലോട്ട് കൊണ്ടുവരിക എന്നത് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. ശ്രദ്ധിക്കണം, നമുക്ക് ചിലപ്പോൾ പൈസ ഇല്ലായിരിക്കാം,
നമുക്ക് ചിലപ്പോൾ വരുമാനമില്ലായിരിക്കാം, നമുക്ക് ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ മുഖത്ത് നോക്കുമ്പോൾ പുഞ്ചിരി, മുഖത്ത് നോക്കുമ്പോൾ പ്രത്യാശ, ആ മുഖത്ത് നോക്കുമ്പോൾ തൃപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ മുഖത്ത് പ്രകടമാകുന്ന മേഖലകൾ. കരമുയർത്തി സ്തോത്രം പറയാമല്ലോ. അത് ദൈവ സഭയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ക്രിസ്തുവിനെ കിട്ടുക. അങ്ങനെ ക്രിസ്തുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു നിറവ് എന്ന് പറയുന്നത് കോടികൾ മുടക്കി കൊടുത്താൽ പോലും അത് കിട്ടത്തില്ല. സ്തോത്രം. ഒന്ന് ചിരിച്ചു നോക്കിയേ എല്ലാവരും, ഒന്ന് നന്നായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തമായതുകൊണ്ട് ആ രക്തത്തിന്റെ അംശികളായ നമ്മെ നിറയ്ക്കണം, നിറവിലേക്ക് നയിക്കണം, സന്തോഷിപ്പിക്കണം, ആനന്ദിപ്പിക്കണം എന്നത് ഒരു മണവാളനായ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ കാര്യമാണ്. ഇവിടെ നമുക്കൊരു വിവാദകരമായ ചിന്തയുണ്ട്. ആ ചിന്ത എന്ന് പറഞ്ഞാൽ സഭ മഹോദരത്തു കൂടി കടന്നു പോകുമോ? അതൊരു ചോദ്യമാണ്. ചിലർ പറയുന്നു സഭ മഹോദരത്തു കടന്നു പോകുമെന്ന് കുറെ കൂട്ടർ വാദിക്കുന്നുണ്ട്. ചിലർ പറയുന്നു സഭ ഒരിക്കൽ പോലും മഹോദരത്തു കൂടി കടന്നു പോകില്ല. വാസ്തവത്തിൽ നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്ന് നമുക്ക് ബോധ്യമാണ്. ഒരു സ്ക്രാച്ചുള്ള മണവാട്ടിയെ ഒരിക്കലും മണവാൻ എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ ഇല്ലയോ? എൻ്റെ കൂടെ മനസ്സിലാകുന്നുവെങ്കിൽ ആ കൊച്ചുമോനെ ഊറി ഉരിച്ചിരിക്കുകയാണ്. സ്വത്രം വഹിക്കാൻ ഒരിക്കൽ പോലും ഒരു സ്ക്രാച്ചുള്ള അല്ലെങ്കിൽ ഒരു അടയാളമോ വിരുവമായ ഒരു ഭാര്യയെ, ഒരു അല്ലെങ്കിൽ ഒരു മണവാട്ടിയെ ഒരിക്കലും മണവാൾ ഇഷ്ടപ്പെടുന്നില്ല. മാക്സിമം അതുകൊണ്ടാണോ നമ്മൾ ഇടയ്ക്ക് പറയുന്ന വാക്കാണ് 6 മാസം സുഗന്ധവർഗത്തിലും 6 മാസം മൂര് തൈലത്തിലും ഇട്ടിട്ടാണ് എസ്തറിനെ പോലെയുള്ള രാജ്ഞിമാരെ മൊത്തം ഒരുക്കി 13ാമത്തെ മാസമാണ് അഗസ്വരോസ് രാജ കൊട്ടാരത്തിലെ കയറ്റിവിടുന്നത്. അത് 12 മാസവും അവരെ മൂര് തൈലത്തിലും സുഗന്ധവർഗത്തിലും ഇട്ട് അവരെ സുന്ദരീകരമാക്കി സ്ക്രാച്ച് എല്ലാം മാറ്റി നമ്മുടെ ഭാഗം പറഞ്ഞ സ്പായൊക്കെ ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് എല്ലാ കോണലുകളെല്ലാം മാറി എവിടെയെങ്കിലുമൊക്കെ നേശകൈവേപ്പ് കിടക്കുന്ന പോലത്തെ കുറിയോ വരയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പുട്ടിയിട്ട് സെറ്റാക്കി രാജാവ് നോക്കുമ്പോൾ തൻ്റെ പ്രിയതമ ഏറ്റവും സുന്ദരിയായിരിക്കുന്ന കാണാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന പോലെയല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് സഭയെ ഒരു കാരണവശാലും മണവാളൻ മഹോദരത്തിൽ കടത്തിവിട്ട് അവരെ സ്ക്രാച്ച് ആക്കിയിട്ട് നിത്യത കൊണ്ടുപോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് സഭയെ സൂക്ഷിച്ച്, സഭയെ ദൈവാത്മ സംരക്ഷിച്ച്, സഭയെ ദൈവാത്മ പരിപാലിച്ച് നിത്യതയിൽ കൊണ്ടുപോകാൻ ദൈവത്തെ പദ്ധതിയാണെങ്കിൽ ഇത് രാത്രി ഓർത്തോണ ആ നിറവിന്റെ നിറവായ ക്രിസ്തുവിനെ തന്നെ സഭയെ നിറച്ചു ഉയർത്തി കൊണ്ടുപോകണമെന്ന് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ കാര്യമാണെങ്കിൽ ആർക്കാ നിറവേണ്ടത്? എനിക്കാ വേണ്ടത്. ഞാൻ ആരാ? ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയാം, ദൈവം നമ്മെ നിറയ്ക്കും എന്ന് പറഞ്ഞാല് കർത്താവിന് വേണ്ടി തന്നെ താൻ ഒരുക്കി തൻ്റെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധ ജനത്തെ നിറയ്ക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ക്ലെയിം ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനുണ്ട്. എന്താ ഓപ്ഷൻ? കർത്താവേ, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, എന്നിൽ കൂടി ഒഴുകിയ രക്തം യേശു രക്തമാണ്. ഞാൻ പാപം തൊടാതെ, പാപത്തിലേക്ക് നീങ്ങാതെ, ശാപത്തിൽ വീഴാതെ വണ്ണം ദൈവത്തെ മാത്രം പ്രതീക്ഷിച്ച്, ക്രിസ്തുവിനെ മാത്രം പ്രതീക്ഷിച്ച് സഞ്ചരിക്കുന്ന ഒരു മണവാട്ടിയ വ്യക്തിയായതുകൊണ്ട് എന്നെ നിറയ്ക്കണമെന്നത് അങ്ങയുടെ പദ്ധതിപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ 12ാം ദിവസം രാത്രിയിൽ ഈ മെസ്സേജ് നമ്മൾ ചെവിക്കാൻ എത്തുമ്പോൾ തന്നെ ദൈവമേ, അങ്ങ് എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തിന് വ്യവസ്ഥപ്പെട്ട കാര്യമായതുകൊണ്ട് എൻ്റെ ഭവനത്തിനകത്ത് ഒരു നിറവ് തരണം, എൻ്റെ ഭവനത്തിനകത്ത് ഒരു സന്തോഷം നൽകണം, ഭവനത്തിനകത്ത് ഒരു ഉല്ലാസം നൽകണം. എൻ്റെ എന്തെങ്കിലുമൊക്കെ നിറവിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി മാറ്റിയ ശേഷം എൻ്റെ കുടുംബത്തിനകത്ത് ഒരു നിറവ് ആവശ്യമാണ്. അത് പ്രതീക്ഷിക്കാതെ നിറവ് യേശുവേ എന്റെ ഗ്രഹത്തെ തരണമേ എന്ന് ഒരു വാക്ക് പറയാമോ? ഒരു പ്രതീക്ഷിക്കാതെ നിറവ് വരുന്നുണ്ട്. ആർക്ക്? തന്റെ മണവാട്ടിക്ക് വേണ്ടി അത് തരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആ മണവാട്ടി എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എലീശയെ ആ വിധവയുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. നിറഞ്ഞത് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇനി പാത്രമുണ്ടോ എന്ന് അടുത്തൊരു ചോദ്യം. നിറച്ചത് മാറ്റി,
അടുത്ത ചോദ്യം, ഇനി പാത്രങ്ങൾ ഉണ്ടോ? ഇന്ന് രാത്രി ഒരു കാര്യം ആത്മാവിൽ പറയാം. നമ്മുടെ വീട്ടിനകത്ത് എത്ര അംഗങ്ങളുണ്ടോ, അംഗങ്ങളെല്ലാം വെറും പാത്രമാണ്. ആ അംഗങ്ങൾ മൊത്തം നിറഞ്ഞാൽ, ഭർത്താവിൻ്റെ അകത്ത് നിറവന്നു, ഭാര്യ എന്ന പാത്രം നിറഞ്ഞു, മക്കൾ എന്ന പാത്രം നിറഞ്ഞു. നിങ്ങൾ ഓർത്തേ, എൻ്റെ വീട്ടിനകത്ത് 4 പേര്, 5 പേരോ 7 പേരോ 10 പേരോ അംഗങ്ങൾ ഇത്രയാകട്ടെ, ഈ പാത്രങ്ങളെല്ലാം ഒന്ന് നിറഞ്ഞാൽ ആ വീട്ടിൻ്റെ അന്തരീക്ഷം ഒന്ന് ഓർത്തേ. താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് രാത്രി നമുക്ക് അവിടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഇത്ര വ്യക്തികളുണ്ട്, ഇത്ര സംഖ്യ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കേട്ട ദൈവദൂതനുസരിച്ച് ഒരു കുറവും ആർക്ക് വരരുത്. ഈ അംഗങ്ങൾ മൊത്തം നിറയണം. നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞേ, ആ നിറഞ്ഞ വീട്ടിനകത്തുള്ള സംസാര ശൈലി, ഇടപെടുന്ന ശബ്ദങ്ങൾ, ആമേ, നമുക്കറിയാമല്ലോ, ആ വീട്ടിൻ്റെ സ്വഭാവങ്ങൾ തന്നെ പെട്ടെന്ന് മാറും. ആ വീട്ടിൻ്റെ രീതി തന്നെ പെട്ടെന്ന് മാറും. ആ വീട്ടിലെ ചിന്ത തന്നെ പെട്ടെന്ന് മാറും. വീട്ടിലെ കമ്മ്യൂണിക്കേഷൻ തന്നെ, ആശയവിനിമയം തന്നെ വേറൊരു സ്റ്റൈലിലോട്ടൊക്കെ മാറും. ജസ്റ്റ് ഓപ്പോസിറ്റായി മാറും. എന്ന് പറഞ്ഞാൽ ഞരങ്ങുന്ന ശബ്ദമില്ല, തമ്മിൽ കുറ്റം പറഞ്ഞ ശബ്ദമില്ല, തമ്മിൽ ഒറ്റപ്പെടലില്ല, തമ്മിൽ കുറ്റം പറച്ചില്ല. എന്ന് പറഞ്ഞാൽ തമ്മിൽ ആരെയും മാറ്റി നിർത്തി റിജക്ഷൻ ഇല്ല. നിറവുള്ള വീട്ടിനകത്ത് മൊത്തം അംഗീകാരമുണ്ട്, സന്തോഷമുണ്ട്. അത്ഭുതം ദൈവാത്മ ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പിതാവിനോടും അല്ലെങ്കിൽ ഭർത്താവിനോടും മാതാപിനോടും കുഞ്ഞുങ്ങളോടും ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു സുവിശേഷ നിലയിൽ ഗൗരവം തോർപ്പിക്കുന്നു. വീട്ടിനകത്ത് എത്ര പാത്രമുണ്ടോ ആ പാത്രമൊത്തം ഇന്ന് രാത്രി നിറഞ്ഞാൽ, ആ നിറവ് കൊള്ള വീട്ടിനകത്ത് എപ്പോഴും ശബ്ദമല്ല, എപ്പോഴും സന്തോഷ വർത്തമാനമാണെങ്കിൽ, അവൻ ജീവിപ്പാൻ കൊതു തോന്നുന്നുവെങ്കിൽ, അംഗീകാരം തലപൊക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, സകല പാത്രവും ഇന്ന് രാത്രി നിറയട്ടെ, സകല പാത്രവും ഇന്ന് രാത്രി നിറഞ്ഞു കവിയട്ടെ, സകല പാത്രത്തിന്മേൽ ദൈവത്തിന്റെ വിശേഷം ഉണ്ടാകട്ടെ, സകല പാത്രങ്ങളും സന്തോഷ ശബ്ദങ്ങൾ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ വീടുകൾ നിറയട്ടെ. വിശേഷ നന്മ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അലങ്കരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു വാക്ക് പറയുന്നു, അംഗങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ മൊത്തം നിറഞ്ഞു, ഇനി വേറെ ആരുമില്ല അല്ലെങ്കിൽ വേറെ പാത്രങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നു. സ്തോത്ര, നിറഞ്ഞു, നിന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. ഈ വ്യാഖ്യാനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, വീട്ടിനകത്തുള്ള പാത്രമേ നിറയത്തുള്ളൂ കേട്ടോ, വീട്ടിന് പുറത്തെ പാത്രം നിറയത്തില്ല. പ്രൈസ് ഗോഡ്, മറക്കരുത്. വീട്ടിനകത്തെ ഈ നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ 6 കൽപ്പാത്രം അറിയാം. ഇരുന്നത് വെളിയിലാണ്. അവിടെ ഇട്ടാണോ ഉയർച്ച കൊടുത്തത്, വീഞ്ഞാക്കിയത്? അല്ല, അത് നേരെ എങ്ങോട്ട് കൊണ്ടുവന്നു? കഴുകി കയറി അതിനെ അതിൻ്റെ കലവറയിൽ കൊണ്ടുപോയി, കലവറയ്ക്കകത്ത് കൊണ്ട് കയറ്റിയിട്ട് നിറച്ചു നേരത്ത് കൊടുത്തു. ഇനിയൊരു കാര്യം, കിണറ്റിൻ്റെ അടുത്തിരിക്കുന്ന ആ പാത്രത്തിൽ അവിടെ ഇട്ട് തന്നെ വീഞ്ഞായി കൊടുത്തിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തില്ല, കുടിക്കത്തില്ല. ചില ഹോട്ടലിനകത്തേക്ക് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും പൊറോട്ട ഇറച്ചി കഴിക്കാൻ, ബിരിയാണി കഴിക്കാൻ തോന്നത്തില്ല, അല്ലേ? സ്തോത്രം. അതുകൊണ്ട് അവർ കാണിക്കാത്തതിന് ഓരോ സ്തോത്രം ചെയ്യുകയാണ്. കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഒരു മാസം പട്ടിയിടുന്നാലും ആ റൂട്ട് സഞ്ചരിക്കത്തില്ല. പോട്ടെ, ആ ശ്രദ്ധിക്കുന്ന ഹോട്ടലിൽ ഇല്ലാതില്ല. ഞാൻ പറഞ്ഞ അർത്ഥം, ആ പാത്രം അകത്ത് വന്നതിന് ശേഷമാണ് നിറച്ചത്. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, വീട്ടിനകത്തുള്ളവർക്കാ നിറവ്. ഒന്നിന് പറയാം, കൂട്ടായ്മയ്ക്ക് അകത്തുള്ളവർക്കാ നിറവ്, ആരാധനയ്ക്ക് അകത്തുള്ളവർക്കാ നിറവ്, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വന്നവർ, ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അകത്ത് വന്നവർക്കാ നിറവ്, മണവാട്ടി ആയവർക്കാ നിറവ്, അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവർക്കാ നിറവ്. പ്രൈസ് ഗോഡ്. എങ്കിൽ ഇന്ന് രാത്രി ഒന്നൊരു ആത്മാവിൽ പറയാം, വീട്ടിനകത്ത്, കൂട്ടായ്മയ്ക്കകത്ത്,
പ്രാർത്ഥനയ്ക്കകത്ത്, ആരാധനയ്ക്കകത്ത്, ആത്മീക അന്തരീക്ഷത്തിനകത്തായിരിക്കുന്ന ഏത് ടൈപ്പായ വ്യക്തിയാകട്ടെ, അവരെല്ലാം നിറഞ്ഞിരിക്കും. അവരെല്ലാം നിറച്ചിരിക്കും. അത് കർത്താവിൻ്റെ ജോലിപ്പെട്ട കാര്യമാണ്. അത് ഞാൻ രാത്രി പറയാം, എൻ്റെ മെസ്സേജിൻ്റെ കണ്ടന്റ് ഓർത്തോണം. നിങ്ങളുടെ അകത്താകണം, നിങ്ങൾ നിറവ് പ്രാപിക്കണം, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറണം. അകത്ത് വന്നവർ മൊത്തം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്ര. അതാ വിശുദ്ധ ബൈബിളിനകത്തൊരു വാക്ക് പറയുന്നു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ അകത്ത് വരാ. എന്തിന് പുറത്തിരിക്കുന്ന? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം പ്രാപിച്ചവർ പുറത്തല്ല, അനുഗ്രഹം പ്രാപിച്ചവരെല്ലാം അകത്താണ്. പ്രൈസ് ഗോഡ്. കരവൊന്ന് ഉയർത്തി സ്തോത്രം പറയണം കേട്ടോ. അനുഗ്രഹം പ്രാപിച്ചവരെല്ലാം അകത്താണ്. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ച ഒരു കാര്യം പറയാം. ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ഓർപ്പിക്കുമ്പോൾ ആത്മനിയോഗത്തെ ഞാൻ വാക്ക് പറയാം. അകത്തിരിക്കുന്നവരുമെല്ലാം നിറവ് പ്രാപിച്ചിരിക്കും. അകത്തിരിക്കുന്നവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. അകത്തുള്ളവരെല്ലാം സന്തോഷം പ്രാപിച്ചിരിക്കും. ഒരു അംഗങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ കർത്താവ് അനുവദിക്കില്ല. അത് കർത്താവ് നിയോഗത്തിൽപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം ഒന്ന് പറയാം. അമ്മ, 2 മക്കൾ, ഇവരും നിറഞ്ഞു. ഇവർ കൊണ്ടുവന്ന പാത്രം നിറഞ്ഞു. ആ എല്ലാ പാത്രവും ചിരട്ട ഉൾപ്പെടെ ഉള്ള നിറഞ്ഞു വെച്ചു എണ്ണ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചിടാമോ? ലൂക്ക് ചാപ്റ്റർ 1:50. ആമേ. അതായത് 1:15 വാക്യം. ലൂക്കോസ് സുവിശേഷം 1:15 വാക്യം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് അകത്ത് തന്നെ ആത്മാവ് നിറയും. രസമല്ലേ ആ വാക്ക് വായിച്ചപ്പോൾ? അമ്മയുടെ ഉദരത്തിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയും. ഓർത്തെ, അകത്ത് നിന്ന് പരിശുദ്ധാത്മ പ്രാപിച്ച ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞിൻ്റെ മുഖം എന്തായിരിക്കും? ഭാവം എന്തായിരിക്കും? പ്രൈസ് ഗോഡ്. ആ കുഞ്ഞിനെ അപ്പൻ വളർത്തണ്ടല്ലോ, അമ്മ വളർത്തണ്ടല്ലോ. ആ കുഞ്ഞിന് ആരും ആഹാരം കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് വെട്ടിക്കിളിയും കാട്ടുതേനും കൊണ്ട് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, അവന് വീട് വെച്ച് കൊടുത്തു ആരെങ്കിലും? ഇല്ല. അവൻ ആഹാരം കൊടുത്തിട്ട് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ കഴിച്ചു? അവൻ താമസിച്ചത് മരുഭൂമിയിൽ. അടുത്ത് ആഹാരം എന്തായിരുന്നു? വെട്ടിക്കിളിയും. ആമേൻ. എന്താ അതിന് കാരണം? ഞാനൊരു കാര്യം പറയാം കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കര പറ്റിക്കാൻ തക്ക നമ്മൾ പെടുന്ന പാട് അല്ലേ? ഹലോ, ഒന്ന് സ്വന്തം ചെയ്ത് എല്ലാവരും ഒന്നിന് മൂത്ത് നോക്കണേ. പ്രൈസ് ഗോഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കര പറ്റിക്കാൻ പെടുന്ന പ്രഷർ കയറിയിട്ടും ഉപവാസം, ഷുഗർ ഹൈ ആയിട്ട് ഉപവാസം, ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഉപവാസം, എന്ത് ചെയ്താലും ഉപവാസം. ആ ഉപവാസത്തിന് ഒറ്റ വിഷയമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞിനെ ഒരു കര പറ്റിക്കണം എന്നതാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം. തെറ്റല്ല, അത് എല്ലാ മാതാവ് കടപ്പാടാണ്. പക്ഷേ ഇവിടെ നോക്കണം, യോഹന്നാൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാ പൂർണ്ണനായിട്ട് പുറത്ത് വന്നപ്പോൾ അമ്മ വീട് വെച്ച് കൊടുത്തോ? അപ്പൻ വീട് വെച്ച് കൊടുത്തോ? അഥവാ അങ്ങനെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ താമസിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അല്ല, അപ്പൻ അമ്മയും പൊറോട്ട ഇറച്ചിയോ കപ്പയും മീനുമോ ചൂരയോ നെയ്മീനോ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നിൽക്കുമോ? വാങ്ങിക്കൊടുത്താൽ കഴിക്കാൻ. അവൻ്റെ ആവശ്യം വെട്ടുക്കിളിയും കാട്ടുതേരും. അവൻ്റെ ടാർഗറ്റ് ഇതാകുന്നു. അവിടെ ഒരു പൈശാച് കിടപ്പുണ്ട്. അവൻ്റെ പേര് ഹേരോദാവ് എന്നാണ്. ആ ഹേരോദാവ് ജനത്തെ മൊത്തം നശിപ്പിക്കുന്നതായതുകൊണ്ട് ഹേരോദാവിനെയും ഹേരോദ് വസിക്കുന്ന ദേശത്തിന് പിശാചിനെയും എന്ത് വില മുടക്കിയും വെട്ടുക, അവന്റെ പാപത്തെ പൊട്ടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ കാര്യമാകുന്നു, ഒരുവൻ എൻ്റെ പുറകിൽ നിന്ന് വരുന്നുണ്ട്, അവന് വേണ്ടി വഴി നിരപ്പാക്കാണ്ട് രണ്ടാമത്തെ ദൗത്യവും. ഈ 2 ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവ യോഹന്നാനെ അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴേ, അത് വലിയ കുഞ്ഞുങ്ങളാകട്ടെ ചെറിയ കുഞ്ഞുങ്ങളാകട്ടെ, അവർ ഉറങ്ങി കിടക്കുമ്പോൾ നാം അറിയാതെ അവരടുക്ക പോയിരുന്ന് അവർ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ വാക്ക് പറഞ്ഞു നോക്കൂ, എടാ കുഞ്ഞെ, മോളെ, നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പ്ലാനുണ്ട് കേട്ടോ. നിന്നെ ദൈവം വലിയൊരു ദൗത്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന്. എൻ്റെ ഉദരത്തിൽ നിന്നാണ് നീ വന്നുവെങ്കിലും നിൻ്റെ ഉത്തരവാദിത്വം മൊത്തം മഹാദൈവമാണ്. അതുകൊണ്ട് നീ എങ്ങോട്ട് തിരിഞ്ഞാലും പരിശുദ്ധാത്മ വിടത്തില്ല. പരിശുദ്ധാത്മാവിൽ നീ പ്രസിദ്ധനാകത്തക്കവണ്ണം ആ റൂട്ട് കൂടി മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. കാലാന്തരത്തിൽ ആ കുഞ്ഞുങ്ങളൊന്നും സുവിശേഷ വേലയ്ക്ക് വരാതെ വണ്ണം അവരുടേതായ ജോലി ചെയ്ത് പലപ്പോഴും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
എന്നാൽ അങ്ങനെ പോയിട്ടുള്ളവരൊന്നും എവിടെ പോയാലും ക്ലച്ച് പിടിക്കുന്നില്ല. അവസാനം ആ ട്രാക്കിൽ എത്തുന്നത് വരെ അലഞ്ഞ് വലഞ്ഞ്, നമുക്കറിയാം യോനയെ പോലെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടക്കുക, അവിടെ നേരെ ഛർദ്ദിച്ചിടുക പറഞ്ഞ രസമാണ്. ഒരിക്കലും തിമിംഗലത്തിന് കരയിൽ കൊണ്ട് ഛർദ്ദിക്കാൻ പറ്റില്ല. തിമിംഗലത്തിന് വരാൻ തക്കവണ്ണം തൻ്റെ വരാനൊരു പരിമിതിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്ററിന് മുമ്പിൽ വരെ കരയൊന്ന് വരാമായിരിക്കാം. അവിടെ നിന്ന് ഒന്ന് തുപ്പിയിട്ടപ്പോൾ ഫുട്ബോൾ വരുന്ന പോലെയാണ്, പമ്പരം കറങ്ങുന്ന പോലെ യോന വന്ന് മലട്ടപ്പോന്ന് വരും സ്വത്രം. അപ്പോഴാ ബോധം വന്ന് ദേഹത്ത് മൊത്തം ചെനകളും അഴുക്കും കൊണ്ട് പൊതിയപ്പെട്ടൊരു മനുഷ്യൻ. എന്താ കാര്യം അറിയാമോ? തമ്പുരാന്റെ പദ്ധതിയിലോട്ട് നിൽക്കാതെ സ്വയം പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാം ഇതുപോലത്തെ പല പ്രശ്നങ്ങൾ കൊണ്ട് വിധേയപ്പെടുന്ന വ്യക്തികളാണ്. അവിടെ ഞാൻ രാത്രി വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു കുഞ്ഞിനെ പരിശുദ്ധാത്മ പൂർണ്ണാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല ഉത്തരവാദിത്വം മഹാദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിൽ പാസ്റ്റർമാരെ കൊണ്ട് നിർത്താതെ അവിടെ കൊണ്ട് നിർത്തുന്നതിനേക്കാളുപരി അധികം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ നമുക്ക് കൈവയ്ക്കേണ്ട അവകാശമുണ്ട്. അവർ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരിക്കും. നമുക്ക് അപ്പന്മാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒഴുകി വരും. പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി നല്ല ഒഴുക്കായിരിക്കും അപ്പനും അമ്മമാരും സ്വന്തം മക്കളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഭയങ്കര ഫലിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ വാക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പുറത്തു വന്നു. അതുകൊണ്ട് ഒരു വാക്കുകൂടി വായിച്ചു നിർത്താമോ? ആ 80-ാമത്തെ വാക്യം, 79 ചേർത്ത് വായിച്ചു. ആൻറ്റി 79 80-ാമത്തെ വാക്യം ചേർത്ത് വായിച്ചു. ആത്മകരുണയാൽ ഉയർത്തി നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്ന ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. നോക്കണം, ആത്മാപൂർണനായിട്ട് പുറത്തു വന്ന കുഞ്ഞ് ആ ആർദ്രകരുണയാൽ, ആ വാക്ക് അങ്ങനെ നോക്കണം. നമ്മൾ വായിക്കും, അങ്ങനെ വായിക്കണം. ആ ആർദ്രകരുണയാൽ ഉയരത്തു നിന്നും ഒരു ഉദയം ആ വീട്ടിനെ സന്ദർശിച്ചു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവ് ബലപ്പെട്ടു. അവൻ തന്നെ കാണിക്കുന്ന നാൾ വരെ അവൻ മരുഭൂമിയിൽ പാർത്തു. ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടും തലമുറയാണോ പുറത്തേക്ക് വരുന്നത്, ആ തലമുറ വളരും, ഉയരും, പ്രസിദ്ധനാകും. തന്നെ കാണിക്കുന്നവരെ അവൻ ദൈവസനെ ആത്മപൂർണ്ണ പ്രാപിച്ച് പുറത്തേക്ക് ദിവസമുണ്ട്. അന്ന് ഒരു അത്ഭുത വിഷയത്തോടെ ജനങ്ങൾ നോക്കുന്ന തലത്തിൽ നമ്മുടെ തലമുറയെ അനേകം നോക്കിക്കാണും. സ്തോത്രം ചെയ്യാമോ? നമ്മുടെ തലമുറ ഒരു അത്ഭുത തലമുറയായിരിക്കും. ഞാനൊരു വാക്ക് പറയാം, മക്കളെ, ഇനി പാത്രമുണ്ടോ? ഇല്ല അമ്മേ, പാത്രമില്ല. പാത്രമില്ല. എങ്കിൽ പാത്രം കൂടി പറ. പാത്രം തീർന്നു, ഉള്ള പാത്രം നിറഞ്ഞു. ഒരു മോമെന്ന് പറയും, അങ്ങളെ പാത്രമെല്ലാം എണ്ണോട് നിറഞ്ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, എണ്ണ വാങ്ങി വയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് കാണണം കേട്ടോ. ഹലോ, എണ്ണ ഇങ്ങനെ മാറ്റി കുഞ്ഞുങ്ങളത് കാണണം. കടക്കാർ വന്ന് അടിമയാക്കി കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഇന്ന് നോക്കണം. അടിമയുടെ മുഖം, അടിമയായി പോകേണ്ട കുഞ്ഞിൻ്റെ മുഖവും ഇപ്പോൾ സമ്പന്നനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനായിട്ട് ഒരു ബിസിനസ്സുകാരൻ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുഖവും തമ്മിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് ശ്രദ്ധിക്കണം. എവിടെ കിടന്നവർ ഇപ്പം എവിടെയായി മാറി. രാത്രി ഒരു പരിശുദ്ധാത്മാവ് നിറവ് ആ കുടുംബത്ത് വന്നുവെങ്കിൽ, ഒരു പരിശുദ്ധാത്മ നിറവ് സെഖരിയാവിന്റെ എലിസബത്ത് കുടുംബത്ത് വന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ അകത്തും ഒരു പരിശുദ്ധാത്മ നിറവുണ്ടാകും. എല്ലാ കണ്ണും അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധി പ്രകർത്താവേ, ഞങ്ങളോട് സംസാരിച്ച ആ ദൈവിക വെളിപ്പാട്, ഇടപെട്ട ദൈവത്തിൻ്റെ ആലോചന ഞങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് ഒരു ഓജസ്സും ഒന്ന് തേജസ്സുമായി നിൽക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ശക്തീകരിക്കണമേ എന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ നിറകണ്ണുകളോടെ സമർപ്പണ ശബ്ദത്തോടെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റിവെച്ചുവെങ്കിൽ അത് എന്നിലേക്ക് ഇന്ന് രാത്രിയിൽ ഒഴുകി തരണമേ എന്നൊരു വാക്ക് ദൈവസന്നിധി പറയാമോ? നമ്മെ ദൈവം ഉയർത്താൻ പോവുകയാണ്. കർത്താവ് നമ്മെ മാനിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ ആദരിക്കാൻ പോകുന്നത് കർത്താവ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു
എത്രയും വിചിത്രമേശു രക്ഷക എത്ര അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നീ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ ദൈവത്തിൽ വിചിത്രമേശു രക്ഷക എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നീ എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നീ